ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എറേഴ്സിനെ പറ്റിയാണ് അല്ലേ. എറേഴ്സ് mainly two types of errors, the determinate errors and indeterminate errors, and we have seen what are determinate errors and what are indeterminate errors, and we have also seen that different types of determinate errors like personal errors, method errors of the method, instrument errors, etc., and also seen the nature of the indeterminate errors. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇനി അതിൽ സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമൈസേഷൻ ഓഫ് എറേഴ്സ്. അപ്പോൾ നമ്മളിങ്ങനെ എറർ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഈ എറേഴ്സിനൊക്കെ നമുക്ക് എങ്ങനെ പരമാവധി കുറക്കാൻ പറ്റും, ഇല്ലാതാക്കാം എന്നുള്ളതാണ്. മിനിമൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറക്കണ്ട, ഇല്ലാതാക്കാം. ഇല്ലാതാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ക്യാൻ മിനിമൈസ് ദി എറേഴ്സ്. സോ എസ്പെഷ്യലി ദ ഡിറ്റർമിനേറ്റ് എറേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ് ആർ നോട്ട് ഈസി ടു ഫോളോ ആൻഡ് ഐഡന്റിഫൈ ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മിനിമൈസ് ദം എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സിന്റെ ഗുണം എന്താണ്? അത് വളരെ കുറച്ച് ചെറിയ മാഗ്നിറ്റ്യൂഡിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. Okay, but determinate errors like personal errors, instrumental errors, or errors of the method are usually somewhat larger in magnitude. And but if you closely follow the experiment or the determination, we can see that the source of the error can be identified, and thus they can be either completely avoided or minimized. Okay. So let us see what are the simple methods for the minimization of errors. നമുക്ക് നോക്കാം എന്തൊക്കെ നമ്മൾ എറേഴ്സ് ഉള്ളത്. ഒന്ന് പേഴ്സണൽ എറർ, രണ്ടാമത്തേത് errors of the method. ഇത് മൂന്നും നമുക്ക് കേൾക്കുമ്പോൾ ഇതിന്റെ പേര് കാണുമ്പോൾ നമുക്ക് എങ്ങനെ കുറക്കാൻ പറ്റുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ ദ പേഴ്സണൽ എറേഴ്സ്. ഹൗ ക്യാൻ വി അവോയ്ഡ് ഓർ മിനിമൈസ് പേഴ്സണൽ എറേഴ്സ്? പേഴ്സണൽ എറേഴ്സ് ആർ ആക്ച്വലി എറേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി എക്സ്പെരിമെന്റ് by the carelessness or incapability of the person who is performing the experiment or doing the experiment. ചെയ്യുന്ന ആൾക്കാരുടെ അശ്രദ്ധയോ മറ്റു ചില കഴിവുകേടുകൾ കൊണ്ട് ഉണ്ടാവുന്ന എറേഴ്സ് ആണ് ഇതിന്റെ പേഴ്സണൽ എറേഴ്സ്. സ്വാഭാവികമായിട്ടും അശ്രദ്ധ കൊണ്ടുള്ള എറർ ഓർക്കാൻ പറ്റും, നമുക്കറിയാം, ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളത്. സോ പേഴ്സണൽ എറേഴ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ഡൂയിങ് ദി എക്സ്പെരിമെന്റ് വെരി കെയർഫുള്ളി, ടേക്കിംഗ് അറ്റ്മോസ്റ്റ് കെയർ അറ്റ് ഈച്ച് ആൻഡ് എവറി സ്റ്റേജ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻ ദി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് യു ഹാവ് ടു ബി കെയർഫുൾ ഫ്രം ദി വെരി ബിഗിനിങ്, that is from taking the sample up to the last, that is calculating the result. അതുവരെ ഓരോ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു വെയിറ്റ് എടുക്കുമ്പോഴോ ഒരു പിപ്പറ്റ് ചെയ്യുമ്പോഴോ ഒരു ടൈട്രേഷൻ ചെയ്യുമ്പോഴോ എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ കംപ്ലീറ്റ് തെറ്റിപ്പോകും. എല്ലാ ഭാഗത്തും ശരിയാക്കി വെച്ചിട്ട് കാരണം ഒരു ഭാഗം തെറ്റിയാൽ കംപ്ലീറ്റ് തെറ്റിപ്പോകും. അതാണ് ഇതിന്റെ കുഴപ്പം. മനസ്സിലായില്ലേ? ഓരോ സ്റ്റേജിലും ശ്രദ്ധിച്ചു. ഒരു സ്റ്റേജിൽ ടൈട്രേഷൻ ചെയ്തിട്ട് കിട്ടിയ വാല്യൂ 22.5 എന്നുള്ള സ്ഥലത്ത് 23.5 എഴുതി കഴിഞ്ഞാൽ ഇവിടെ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് തെറ്റി. ബാക്കി എത്ര ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായിട്ട് അവരെ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് ചെയ്യുമ്പോൾ അന്നേരം മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മളെല്ലാം കൃത്യമായി ചെയ്തു. ഇലക്ട്രോണിക് വാലൻസിൽ വെയിറ്റ് എടുത്തു 24.3252 ഗ്രാം. നമ്മളെ മെഷീൻ്റെ മുകളിങ്ങനെ അതിൻ്റെ ഡിജിറ്റൽ റീഡിംഗ് ആണ്. നമ്മൾ എഴുതിയെടുക്കുമ്പോൾ 24.3522 എന്ന് എഴുതിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. അല്ലെങ്കിൽ 32 കഴിഞ്ഞു, എന്താണ് തെറ്റിപ്പോയി. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ സ്റ്റേജിലും ഈച്ച് ആൻഡ് എവറി സ്റ്റേജ് യു ഹാവ് ടു ബി കെയർഫുൾ. അറ്റ്മോസ്റ്റ് യു ഹാവ് ടു ടേക്ക് അറ്റ്മോസ്റ്റ് കെയർ സോ ദാറ്റ് many of the personal errors can be avoided. പിന്നെ നേരത്തെ പറഞ്ഞ പ്രജുഡിസ്, മുൻവിധികൾ ഇല്ലാതിരിക്കുക. എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇത്തിരാവും റീഡിംഗ് ആൻസ് ഇത്തിരാവാം എന്നും ചിന്തിക്കരുത്. ടൈട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടുമോ 21 കിട്ടുമോ എന്ന് ചിലപ്പോൾ 25-26 കിട്ടിയിരിക്കും. നമ്മൾ ഉണ്ടെങ്കിൽ തെറ്റാന്നിരിക്കും. അങ്ങനെ വിചാരിക്കരുത്. പ്രജുഡിസ് ഉണ്ടാവാൻ പാടില്ല. ഒരു നമ്പറിന് റീഡിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓരോ പോയിന്റിലും ശ്രദ്ധിച്ചാൽ you can avoid the majority of the personal errors, except those who are introduced by some physical incapability. അതായത് കളർ ബ്ലൈൻഡ്നെസ് കൊണ്ടുണ്ടാകുന്ന ഒരു കുഴപ്പം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ പേഴ്സൺ തന്നെ വേറെ സഹായം തരും. നമുക്കത് അതേപോലെ അതിന്റെ സോഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ സഹായം തരും. ഞാൻ പോയിട്ട് ശരിയാണ്, ചുവപ്പ് മാറുന്ന കഴിഞ്ഞാൽ അവിടെയാണ് മാറുന്നത് വേറെ പറഞ്ഞു തരുന്നത്. നമുക്കറിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോഴേ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ you can avoid many of the personal errors.
മനസ്സിലായില്ല? പേഴ്സണൽ എറേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ കുറച്ച് എളുപ്പമുള്ള കാര്യമാണ്. ആ പേഴ്സൺ ഒന്ന് എന്തായാൽ മതി, ഡിസിപ്ലിൻഡ് ആയാൽ മതി. ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാൽ മെനി ഓഫ് ദി പേഴ്സണൽ എറേഴ്സ് ക്യാൻ ബി അവോയ്ഡഡ് ഓർ മിനിമൈസ്ഡ്. Now coming to the second type of errors, that is the instrumental errors. Instrumental errors are errors that are introduced due to the faulty calibration of the instrument. നമ്മൾ ഇൻസ്ട്രുമെന്റ് നമ്മൾ ധാരണ ചെയ്യുന്ന നമുക്ക് അതിൽ പ്യൂരിറ്റി പിപ്സെറ്റ് ഒക്കെയാണ്, അല്ലെങ്കിൽ ബാലൻസ്, ഇതൊക്കെയാണ്. അതിൽ കാലിബ്രേഷൻ തെറ്റി, അതായത് അതിൽ കൊടുത്തിരിക്കുന്ന അതാണ് നമ്മൾ ഒരു വെയിറ്റ് എടുക്കുമ്പോൾ നമ്മളിപ്പം ഇലക്ട്രോണിക് ബാലൻസിലാണ് വെയിറ്റ് എടുക്കും. മുമ്പേ എന്താണ്, മുമ്പേ വെയിറ്റ് എടുക്കൽ നിങ്ങളുടെ ഫിസിക്സിലൊക്കെ ചെയ്യുന്നുണ്ടാവും, ഓരോ ഗ്രാമിൻ്റെ മില്ലിഗ്രാമിൻ്റെ ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെയിറ്റ്. അപ്പോൾ ഗ്രാമിൻ്റെ മില്ലിഗ്രാമിൻ്റെ വെയിറ്റ് കൃത്യം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വെയിറ്റ് കൃത്യമാവില്ല. മനസ്സിലായില്ലേ? നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ 1 കിലോന്റെ സാധനത്തിന് 1 കിലോന്റെ കല്ല് വെച്ചിട്ട് അവർ തൂക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇലക്ട്രോണിക് ആണ് തൂക്കുന്നുണ്ടെങ്കിൽ ആ 1 കിലോന് 1 കിലോ ഭാരം വേണം. ലേശം കുറച്ച് വെച്ചാൽ സ്ഥിരമായിട്ട് എല്ലാവർക്കും കുറച്ചേ കിട്ടും. ലേശം കൂടി പോയാൽ കടക്കാരൻ്റെ നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോ കാര്യം ബ്യൂററ്റിനാണെങ്കിൽ നമുക്കറിയാം, ബ്യൂററ്റിലെ റീഡിങ്സ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പിപ്പറ്റിന്റെ വര അതൊക്കെ 20 ml കറക്റ്റായിട്ട് വരച്ച് വെച്ച വരയല്ല എങ്കിൽ അതുകൊണ്ട് സ്ഥിരമായി തെറ്റുണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? പക്ഷെ അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഒരു തെറ്റ് വന്നു, എന്താ തെറ്റ് നോക്കി വരണം, പിപ്പറ്റിലാണോ തെറ്റ്, ആ പിപ്പറ്റ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അത് ടെസ്റ്റ് ചെയ്ത് നമ്മളെടുത്ത് പറഞ്ഞുതരാം. മനസ്സിലായില്ല? അങ്ങനെ ഇൻസ്ട്രുമെന്റിന്റെ എറേഴ്സ് മിക്കവാറും ഇൻസ്ട്രുമെന്റ് എറേഴ്സ്, ഓൾ ദി ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് ക്യാൻ ബി അവോയ്ഡഡ് ഓർ മിനിമൈസ്ഡ്. അവോയ്ഡഡ് യു കൻ സേ ബൈ കറക്റ്റ്ലി കാലിബ്രേറ്റിംഗ് ദ ഇൻസ്ട്രുമെന്റ് ആയിട്ട് കാര്യം. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ തന്നെ കാലിബ്രേറ്റ് ചെയ്യണം, അതായത് ശരിയാണോ ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻസ്ട്രുമെന്റ് എറേഴ്സ് പരിധിവരെ അല്ലെങ്കിൽ മാക്സിമം ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. അത് ഏത് ഇൻസ്ട്രുമെന്റ് ആയാലും ശരി. നമ്മളിപ്പോൾ നമുക്ക് പരിചയം 2 ഇൻസ്ട്രുമെന്റ് ഇവരുടെ വിപ്പറ്റും ബാലൻസ് ഒക്കെയാണ്. അതിനപ്പുറത്ത് പല ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത് നമ്മൾ, കളറിമെട്രി, സ്പെക്ട്രോമെട്രി, മറ്റേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് there are a lot of instruments used and each of these instruments are to be calibrated correctly so as to avoid the instrumental errors. നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വോളിയോമെട്രിക് അനാലിസിസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഇയർ ലെക്ചർ ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ബ്യൂററ്റ്, പിപ്പറ്റ്, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, ഇതൊക്കെയാണ് ബോഡി അളക്കാൻ ഉപയോഗിക്കുന്ന 3 പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ. ബ്യൂററ്റ്, പിപ്പറ്റ്, ഇത് 3 ബോഡി അളക്കാനാണ്. ഓരോ ഉപയോഗമാണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് സീ ഹൗ വി ക്യാൻ കാലിബ്രേറ്റ് എ പിപ്പറ്റ്. കൂടുതൽ വിഷയം നിങ്ങളുടെ സിലബസ് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഒരു ജസ്റ്റ് അതിൻ്റെ അടി ഞാൻ പറഞ്ഞുതരാം. ഒരു പിപ്പറ്റ് അല്ലെങ്കിൽ ബ്യൂററ്റ് അല്ലെങ്കിൽ ഇത് വോളിയോമെട്രിക് അപ്പാരറ്റസ് കാലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒരു നിശ്ചിത വോളിയം അളന്നെടുത്ത്, അല്ലെങ്കിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് അളന്നിട്ട് ആ വെള്ളം കൃത്യമായ ഡിസ്റ്റിൽഡ് പ്യുവർ വാട്ടർ അളന്നെടുക്കുക. വാട്ടർ ഡെൻസിറ്റി നമുക്കറിയാം, മനസ്സിലായില്ലേ? യു ഫൈൻഡ് ഔട്ട് ദി മാസ് ഓഫ് ദി ഡിസ്റ്റിൽഡ് വാട്ടർ ഓർ പ്യുവർ വാട്ടർ, എക്സ്ട്രീംലി പ്യുവർ വാട്ടർ, ദാറ്റ് ഈസ് മെഷർ. ഇതുകൊണ്ട് എങ്ങനെ മെഷർ ചെയ്യുന്നു? പിപ്പറ്റോടെ മെഷർ ചെയ്യുന്ന പോലെ അല്ല, ബ്യൂററ്റോടെ മെഷർ ചെയ്യുന്നത്, ബ്യൂററ്റോടെ മെഷർ ചെയ്യുന്ന പോലെ അല്ല, സ്റ്റാൻഡേർഡ് ഫ്ലാസ്കോടെ മെഷർ ചെയ്യുന്നത്. നമുക്ക് കൃത്യം കാണാം. അപ്പൊ അങ്ങനെ മെഷർ ചെയ്ത ഒരു വെള്ളത്തിന്റെ കൃത്യമായിട്ട് അളന്ന വെള്ളത്തിന്റെ മാസ് കണ്ടുപിടിക്കുക യൂസിങ് എ വെരി സെൻസിറ്റീവ് ബാലൻസ്. കൃത്യമായ ഒരു തെറ്റും വരാത്ത കറക്റ്റായ, അപ്പൊ ബാലൻസ് തെറ്റുണ്ടാകാൻ പാടില്ല, മനസ്സിലായി? ബാലൻസ് ഉപയോഗിച്ചതിന്റെ മാസ് കണ്ടുപിടിക്കുക. ആ മാസിനെ അതിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തിന്റെ ഡെൻസിറ്റി? വെള്ളത്തിന്റെ ഡെൻസിറ്റി. മനസ്സിലായില്ലേ? മാസ് ബൈ ഡെൻസിറ്റി എന്താ കിട്ടുക? വോളിയം കിട്ടും. ആ വോളിയം തന്നെയാണോ നമുക്കറിയാം. നമ്മൾ എടുത്ത വോളിയത്തിലാണോ അത് 20 ആയിരിക്കും, 1000 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. പറയുന്നതൊക്കെ മനസ്സിലുണ്ടോ? ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് വേണ്ടത് ഒരു നല്ല ബാലൻസ്, ഒരു തെറ്റുമില്ല എന്ന് 100% ഉറപ്പായ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാലൻസ് വേണം. അതിനെ വേറെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം മനസ്സിലാക്കാം. കാരണം ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ശരിയാവില്ല, മനസ്സിലായില്ലേ? അപ്പൊ കൃത്യമായി വെയിറ്റ് ആവുന്നൊരു ബാലൻസ് വേണം. ആ ബാലൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ക്ലീൻ ഡ്രൈ കുറച്ച് വലിയ ഒരു ബോട്ടിൽ, ലിറ്റൊക്കെ ഉള്ള ഒരു ബോട്ടിൽ, ഈ ബോട്ടിലിന്റെ മാസ് കണ്ടുപിടിക്കുക. മനസ്സിലായില്ലേ? ഏത് ഉപയോഗിച്ചിട്ട്? യൂസിങ് എ വെരി സെൻസിറ്റീവ് ബാലൻസ് വിച്ച് ഈസ് കാലിബ്രേറ്റഡ്. ഒരു തെറ്റുമില്ല, ഇത് നമുക്ക് 100% ഉറപ്പുള്ള ഒരു ബാലൻസ് ഉപയോഗിച്ചിട്ട് ഒരു ക്ലീൻ ഡ്രൈ ബോട്ടിലിന്റെ ഭാരം കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ പിപ്പറ്റ് എടുക്കുക. പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് പിപ്പറ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട എല്ലാ ശ്രദ്ധയും പാലിച്ചുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് 20 ml വെള്ളം, ഏത് വെള്ളം? പ്യുവർ ഡിസ്റ്റിൽഡ് വാട്ടർ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമല്ലോ. ഒരു പാത്രത്തിൽ
ഡിസ്റ്റൽ വാട്ടർ എടുക്കും, നമ്മൾ പിപ്പറ്റ് കഴുകി വൃത്തിയാക്കി റിൻസ് ചെയ്ത് അതുകൊണ്ട് വലിച്ച് കൃത്യ മാർക്കൊക്കെ നോക്കി ഏറ്റവും ഷാർപ്പായിട്ട്, കാരണം ബുക്കിലൊക്കെ പറയുന്ന പോലെ വെള്ളമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് വീട് കുറച്ച് നേരം കാത്തു നിന്ന് ടച്ച് ചെയ്ത് എടുത്ത് എങ്ങനെയാണോ നമ്മൾ പിപ്പറ്റ് ചെയ്യേണ്ടത് അതേപോലെ, അതിൽ തെറ്റ് വരാൻ പാടില്ല. ഇതിലേക്ക് 20 ml വെള്ളം പിപ്പറ്റ് ചെയ്യും. 20 ml നമ്മൾ വിശ്വസിക്കുന്ന വെള്ളം, കാരണം പിപ്പറ്റ് ശരിയാണോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലേക്ക് പിപ്പറ്റ് ചെയ്യുന്നു. വീണ്ടും അതിന്റെ മാസ് കണ്ടുപിടിക്കുന്നു. ഈ 2 മാസുകൾ, ആദ്യം എംപ്റ്റി ബോട്ടിലിന്റെ മാസ്, പിന്നെ ബോട്ടിൽ പ്ലസ് ദ വാട്ടർ ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ പ്യൂരിറ്റി ഇൻ ടു ദി ബോട്ടിൽ യൂസിങ് ദ പിപ്പറ്റ്. പിപ്പറ്റ് ഉപയോഗിച്ച് നമ്മളിലേക്ക് പിപ്പറ്റ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പിപ്പറ്റ് എങ്ങനെ ചെയ്യണോ അതേപോലെ ചെയ്യണം. മനസ്സിലായില്ലേ? പിപ്പറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാൻ നിങ്ങളോട് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം. പിപ്പറ്റ് നന്നായിട്ട് കഴുകിയിരിക്കണം. പിപ്പറ്റ് അവിടെ എവിടെയും വെള്ളം ഒട്ടി പിടിക്കാൻ പാടില്ല. പിപ്പറ്റ് നന്നായിട്ട് റിൻസ് ചെയ്യണം. റിൻസ് ചെയ്ത് പിപ്പറ്റിന്റെ പുറത്തുള്ള വെള്ളം ഇതിലേക്ക് വന്ന് വീഴരുത്. പിപ്പറ്റിന്റെ പുറം തുടക്കണം. എന്നിട്ട് നല്ല കൃത്യമായിട്ട് ആ ബോട്ടിലേക്ക് കാണിച്ചിട്ട് ആ പിപ്പറ്റിൽ വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്യുന്നവരെ കാത്തു നിന്ന് ലാസ്റ്റ് ഡ്രോപ്പും വീണ് പിന്നെയും നിങ്ങളൊക്കെ ഉണ്ടാവണം. എന്നിട്ട് 10-20 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്ത് പതുക്കെ പിപ്പറ്റിന്റെ അറ്റവും നമ്മൾ ടച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ പിപ്പറ്റ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന വെള്ളമായി കഴിയും. അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീണ്ടും അതിന്റെ മാസുകൾ, ഈ 2 മാസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാസ് ഓഫ് വാട്ടർ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത വെള്ളത്തിന്റെ മാസം നമുക്ക് കിട്ടും അല്ലേ? അത് എംപ്റ്റി ബോട്ടിൽ, പിന്നെ ബോട്ടിൽ പ്ലസ് വാട്ടർ. അപ്പൊ ഡിഫറൻസ് എന്താണ്? വാട്ടർ അലോൺ. നമ്മൾ പിപ്പറ്റ് ഉപയോഗിച്ച് ഈ എവിടേക്ക് ഡ്രൈ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത വെള്ളത്തിന്റെ മാസം നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക? മാസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാ? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് എത്രയാണ്? നമ്മുടെ 1000 kilogram per meter cube എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞാല് 1 സെന്റിമീറ്റർ, ഒരു ml ന്റെ ഭാരം എത്രയാണ്? 1 ഗ്രാമാണ്. എപ്പോഴേ ശ്രദ്ധിക്കുക, at 4 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ഡെൻസിറ്റി നമ്മൾ 1 അല്ലെങ്കിൽ 1000 എന്ന് പറയുന്നത് ഒരേ ഒരു ടെമ്പറേച്ചറിൽ മാത്രമാണ്. എത്രയാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ ശരിയായ സമയത്തിന് 4 ഡിഗ്രി സെൽഷ്യസ് വളരെ കുറവാണ്. 4 ഡിഗ്രിയേക്കാൾ കൂടിയാലും കുറഞ്ഞാലും ഡെൻസിറ്റി കുറച്ച് കുറയും. ഒന്നിലൊരു മാക്സിമം ഡെൻസിറ്റി ആണ് വേണ്ടത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് മാക്സിമം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഹൈഡ്രജൻ ബോണ്ടിങ് പഠിക്കുമ്പോൾ. Density of water is maximum at 4 degrees Celsius. Above 4 degree or below 4 degree, both the density of water is less than this maximum value. That is 1000 kilogram per meter cube or simply 1 gram per ml or 1 gram per centimeter cube. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഡെൻസിറ്റി എത്രയാണ്? നമ്മുടെ ടെമ്പറേച്ചർ, നമ്മൾ സാധാരണ 4 ഡിഗ്രിയിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിലായിരിക്കും മിക്കവാറും നമ്മൾ റൂം ടെമ്പറേച്ചറായ ഒരു 28 ഡിഗ്രിയോ അല്ലെ 30 ഡിഗ്രിയോ ഒക്കെ. ഈ ടെമ്പറേച്ചറിലുള്ള വാട്ടർ ഡെൻസിറ്റി വേണം. അത് ചെറിയ വ്യത്യാസം, ആ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് കറക്റ്റ് ഡെൻസിറ്റി ദാറ്റ് ഈസ് അവൈലബിൾ ഫ്രം ദി ലോഗരിതം ടേബിളിലൊക്കെ കാണാൻ പറ്റും. എവിടെ പോയാലും കിട്ടും നമുക്ക് ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്. 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെയുള്ള വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്ക് ടേബിളായിട്ട് കിട്ടും. അപ്പോൾ ആ ടേബിൾ നോക്കി നമ്മുടെ തെർമോമീറ്റർ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇത്ര ടെമ്പറേച്ചർ 29 ഡിഗ്രിയിൽ ഇത്ര വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ചിലപ്പോൾ 0.99853 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ഒക്കെ ആയിരിക്കും. ഒന്നിനേക്കാളും ലേശം ഒരിക്കൽ കൂടുതൽ കുറവായിരിക്കും. ആ ഡെൻസിറ്റി കൊണ്ട് വേണ്ടി ഇവിടെ അല്ലാണ്ട് ചുമ്മാ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ഒരു ഡെൻസിറ്റി ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണ്? നമ്മൾ എക്സാക്റ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മുടെ പിപ്പറ്റ് ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത വെള്ളത്തിന്റെ വോളിയം. മനസ്സിലായില്ലേ? കണ്ടുപിടിക്കാൻ പോകുന്നത് പിപ്പറ്റ് ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത വെള്ളത്തിന്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. ആ മാസ് നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്താൽ കിട്ടുക, ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന എന്താണ്? വോളിയം ആയിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ ഈ പിപ്പറ്റ് ഉപയോഗിച്ച് ചെയ്താൽ ചിലപ്പോൾ 20.05 എന്നോ ചിലപ്പോൾ 20.1 എന്നോ ചിലപ്പം 20.00 എന്നോ ചിലപ്പം 19.92 എന്നോ ഒക്കെ കിട്ടും. മനസ്സിലായില്ലേ? അത് എപ്പോഴാണോ 20.00 നിൽക്കുന്ന ആ പിപ്പറ്റാണ് ഏറ്റവും ശരി നമുക്ക് മനസ്സിലാക്കാം. അതല്ല തെറ്റുണ്ടെങ്കിൽ ആ പിപ്പറ്റ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ചെറിയ തെറ്റാൻ വളരെ ചെറിയ വ്യത്യാസം നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വ്യത്യാസം കൂടുന്നതനുസരിച്ച് ആ പിപ്പറ്റ് ഡിസ്കാർഡ് ചെയ്യാനേ പറ്റും. അല്ലാണ്ട് വര മാറ്റി പിപ്പറ്റിന് മുകളിൽ വര നമുക്ക് മാറ്റി വരക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. So we have to avoid using such a pipette which has a volume either greater or less than 20 ml.
അപ്പോൾ പിപ്പറ്റ് ശരിയാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ശരിയാക്കാൻ നമുക്കാവില്ല. ശരിയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം, ശരിയല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നത് ഒഴിവാക്കി വേറെ വല്ല പിപ്പറ്റും എടുക്കാം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ? സെന്റൻസ് പറഞ്ഞ വളരെ കുറവാണ്. യൂസിങ് ദ പിപ്പറ്റ് ടു ട്രാൻസ്ഫർ the volume that is transfer the volume into a clean dry bottle whose weight was already taken. സ്റ്റോപ്പേഡ് അടപ്പുണ്ടാണ്. കാരണം എന്താണ്? തുറന്നു വെച്ചാൽ ചെറുതായിട്ട് അവർ വ്യത്യാസം വരാൻ പാടില്ല. അടപ്പുള്ള ബോട്ടിൽ അടപ്പോട് കൂടി ഉണക്കിയിട്ട് അതിന്റെ വെയിറ്റ് കണ്ടുപിടിച്ചു. മനസ്സിലായി? പുറത്തൊന്നും വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം അത് കാവ്യാകുമ്പോൾ വെയിറ്റ് മാറും. അകത്ത് ലേശം വെള്ളം നേരത്തെ എന്തെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഡ്രൈ എന്ന് പറഞ്ഞാൽ നന്നായി. ക്ലീൻ ഡ്രൈ ബോട്ടിലിന്റെ മാസ് കണ്ടുപിടിച്ച് and we transfer the pure distilled water into this bottle using the pipette whose volume is to be checked. ഏത് പിപ്പറ്റിന്റെ പോലെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ആ പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് കെയർഫുൾ എന്ന് പറഞ്ഞ പ്രസിദ്ധിക്ക് കെയർഫുള്ളി ട്രാൻസ്ഫർ the volume from the pipette. സ്റ്റോപ്പർ ചെക്ക് ഉടനെ അടിച്ച് വീണ്ടും മാസ് കാണാം. The difference of these two masses, empty bottle ഒന്ന്, empty bottle plus water രണ്ട്. Difference of these two masses will give a the mass of water transferred using our pipette. നമ്മൾ ക്വസ്റ്റ്യനിലുള്ള പിപ്പറ്റ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത വെള്ളത്തിന്റെ മാസ് കിട്ടി. Then you divide the mass by the density of water at the temperature of the lab. അല്ലെങ്കിൽ temperature of the expression ചെയ്ത ടെമ്പറേച്ചർ എത്രയാണോ ആ ടെമ്പറേച്ചറിലുള്ള വാട്ടർ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യും. That will give the volume of water that is pipetted using that pipette. ആ പിപ്പറ്റ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്ത that is transferred using that pipette. മനസ്സിലായില്ലേ? അതിന്റെ വോളിയം കിട്ടും. And it happens to be 20. Okay, very good. If it is greater or less, you have to avoid using such a pipette, especially if it is larger or smaller by a large value. കുറച്ച് വലിയ വാല്യൂ വ്യത്യാസം, ചെറിയ വ്യത്യാസം 19.992 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അതിൽ വ്യത്യാസമാണ് 0.008 എന്നാണ്. വളരെ 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 ചെറിയ വ്യത്യാസം. അതൊക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു 0.1 ml 1.05 ml പോലും മാറാൻ പാടില്ല. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ടുണ്ടായിരിക്കണം. നമുക്ക് അറിഞ്ഞോളാം. നമ്മളത് ചെയ്ത് നോക്കുക. വെള്ളത്തിന്റെ മാസ് കാണാം, ഡെൻസിറ്റിയോടെ അരിച്ചു നോക്കുക, കിട്ടുന്ന തിരുവന്നാണോ? അതാണ് ഇതിന്റെ മെത്തേഡ്. എന്തിന്റെ? ഫോർ കാലിബ്രേഷൻ ഓഫ് എ പിപ്പറ്റ്. ഇനിയിപ്പോൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആണെങ്കിലോ മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന്റെ കാര്യം പറയാം. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് അതിൽ നിന്ന് പിപ്പറ്റ് നമ്മൾ അതിനെ ഒഴിച്ചെടുക്കാനല്ലോ, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് അതിനെ ഉൾക്കൊള്ളാനുള്ളതാണ്. മനസ്സിൽ വ്യത്യാസമുണ്ട്. അതിന് 100 ml ആണ് കൊള്ളുന്നത്. എപ്പോഴേ നമ്മൾ ഇതിന്റെ ഈ മാർക്ക് വരെ കൃത്യമായിട്ട് മെൻസ്കസ് കണക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു അടപ്പൊക്കെ ഉണ്ട്. എന്താണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്? ഇറ്റ് ഈസ് 100 ml. മനസ്സിലായില്ലേ? 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ അതിൽ 100 ml പുറത്തേക്ക് വെച്ചിട്ട് 100 ഉണ്ടാവില്ല. കാരണം കുറച്ച് ഒട്ടിപ്പോവും. പിപ്പറ്റ് അങ്ങനെയല്ല. പിപ്പറ്റിന്റെ ഉള്ളിൽ 20 കൂടുതലുണ്ടാവും. പക്ഷെങ്കിൽ കാരണം എന്താണ്? കുറച്ച് ഒട്ടിക്കിടക്കൂലേ. പിപ്പറ്റിന് ട്രാൻസ്ഫർ ചെയ്യുന്ന കറക്റ്റ് അതിനകത്തായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേ ഉള്ളൂ. Pipette is used to transfer, where the standard flask is used to contain. And ഉള്ളിൽ ഉൾക്കൊള്ളാൻ കൃത്യം 100 ml ആയിരിക്കും. എപ്പോഴേ if you fill it up to the mark, so that the meniscus is coincident with the mark, you can see that it's exactly 100 ml. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതുപോലെ ഇത് ഇതിനേക്കാളും സിമ്പിൾ ആണ്. കുപ്പിന്റെ ആവശ്യമില്ല. ഇതിനെ എടുക്കാം. You take the standard flask, clean, ഡ്രൈ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ ലേശം വെള്ളം ഉള്ളിലുണ്ടായാലും കുഴപ്പമില്ല. കാരണം 2 മാസത്തിന്റെ വ്യത്യാസം എടുക്കുന്നത്. ഷീൽ ഉണ്ടാകുമ്പോൾ ക്ലീൻ ഡ്രൈ ആയ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, സ്റ്റോപ്പറുള്ള സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുക്കുന്നു. ക്ലീൻ ആൻഡ് ഡ്രൈ. അതിന്റെ മാസ് നേരത്തെ പറഞ്ഞ പോലെ യൂസിങ് എ വെരി സെൻസിറ്റീവ് ബാലൻസ് ആൻഡ് കറക്റ്റ് ബാലൻസ് യു ഡിറ്റർമിൻ ദി മാസ് ഓഫ് ദി എംപ്റ്റി സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ദെൻ വാട്ട് ടു ഡു? യെസ്, യു ആഡ് വാട്ടർ. ഒരു വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ചിലേക്ക് വെള്ളം ആഡ് ചെയ്യും. ഇത്ര വരെ കറക്റ്റ് മാർക്ക് വരെ, കൂടാനും കുറയാനും പാടില്ല. മനസ്സിലായില്ല? ഈ ഭാഗമൊന്നും നനഞ്ഞു പോവാതെ വളരെ ശ്രദ്ധിച്ചിട്ട് കൃത്യമായിട്ട് അതിലേക്ക് 100 ml വെള്ളം ഒഴിക്കുക. മെനിസ്കസ് റെഡിയാക്കുക. വീണ്ടും അടക്കുക. വീണ്ടും കൊണ്ടുപോയിട്ട് അതിന്റെ മാസ് കാണാം. 2 മാസ്. ആദ്യത്തെ എംപ്റ്റി ബോട്ടിൽ, എംപ്റ്റി സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന്റെ മാസ്, പിന്നെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് കണ്ടെയ്നിങ് വാട്ടർ അപ് ടു ദി 100 ml എന്ന് പറയാൻ പറ്റില്ല. വാട്ടർ അപ് ടു ദി മാർക്ക്. ഏത് വാട്ടർ? പ്യുവർ ഡിസ്റ്റിൽഡ് വാട്ടർ. ഓക്കെ. ഈ 2 മാസങ്ങൾ തമ്മിൽ വ്യത്യാസം എന്താണ്? അതിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിന്റെ മാസാണ്. ക്ലിയർ അല്ലേ? ആദ്യത്തെ എംപ്റ്റിയും രണ്ടാമത് വെള്ളം നിറച്ചിട്ട് വ്യത്യാസം എന്താണ്? വെള്ളം നിറക്കുന്നത് ശ്രദ്ധിക്കണം. കറക്റ്റ് മാർക്ക് വരെ നിറക്കണം. അത് ഡിസ്റ്റിൽഡ് പ്യുവർ വാട്ടർ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 masses will be equal to the mass of water contained inside the standard. അതിനുള്ളിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിന്റെ മാസാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക?
യു ഡിവൈഡ്. അപ്പോൾ അതിപ്പോൾ 100.2 99.987 നോക്കിയാൽ കിട്ടുക വ്യത്യാസം. അതിനെന്ത് ചെയ്യും അതിന് നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൊണ്ട് 0.999 ഇതിനെന്ന് വെച്ചാൽ നമുക്ക് ആ ടെമ്പറേച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് ദ ടെമ്പറേച്ചർ ലാബോറട്ടറി ടെമ്പറേച്ചർ എത്രയാണോ 28 രാവിലെ ചെയ്യുന്നതായിരിക്കും ഉച്ചക്ക് ഉണ്ടാവുക. ആ വ്യത്യാസമൊക്കെ നോക്കണം. കാരണം ഇത് വളരെ കൃത്യമായി ചെയ്യുന്നൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? ഉച്ചക്കാകുമ്പോൾ ടെമ്പറേച്ചർ 32 ഡിഗ്രി. അപ്പോൾ 32 ഡിഗ്രിയിൽ എന്താണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. നോക്കി ആ ഡെൻസിറ്റി കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് എന്ത് കിട്ടും? ഡിവൈഡ് ചെയ്തൊരു വോളിയം കിട്ടും. ആ വോളിയം എന്താവും? ആ വോളിയം നേരത്തെ പറഞ്ഞ പോലെ 100.00 കിട്ടിയാൽ വളരെ ഹാപ്പി, സന്തോഷമായി. ചിലപ്പോൾ 99.8 കിട്ടിയാലോ ആ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 99.992 എന്നൊക്കെ കിട്ടിയത് അതേപോലെ കിട്ടിയാലോ കുഴപ്പമൊന്നുമില്ല. അത് ചെറിയ വളരെ സ്ലൈറ്റ് ഡിഫറൻസ്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ പേഴ്സണൽ എറർ കൊണ്ട് വരുന്നത് കുഴപ്പമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ കുഴപ്പമില്ല. പിന്നെ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സംശയം വന്ന് ഒന്നുകൂടി എടുത്ത് വീണ്ടും ട്രൈ ആക്കി വീണ്ടും വെയിറ്റ് കണ്ട് വീണ്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. And you can see that by this method you can determine the volume that is contained inside. മറ്റേ നമ്മൾ പിപ്പറ്റ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്ത വെള്ളത്തിന്റെ ഭാരം വേറെ കുപ്പി ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. മറ്റേ പിപ്പറ്റ് അങ്ങനെ നോക്കാൻ പറ്റില്ല. ആരും പിപ്പറ്റ് വെള്ളം ഉൾക്കൊള്ളാൻ വേണ്ടിയല്ല, വെള്ളം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ്. സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് വെള്ളം ഉൾക്കൊള്ളാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ്. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെ പിപ്പറ്റ്. ഇനി ബ്യൂററ്റ് ടാങ്കിലോ? ബ്യൂററ്റ് ടാങ്ക് അതിന് കുഴപ്പമാണ്. ബ്യൂററ്റിൽ കുറേ വരകളുണ്ട്. ഓരോന്നും സാനിറ്റൈസ് ചെയ്യാൻ വെച്ചിട്ട് ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നത് ഒരു റാൻഡം ചെക്കിങ് നടത്താൻ വേണ്ടി ബ്യൂററ്റ് ആദ്യം നടക്കുക വെള്ളം ഉപയോഗിച്ച്. മനസ്സിലായില്ല? എന്നിട്ട് ഇതാ ബ്യൂററ്റിൻ്റെ താഴ്ഭാഗം നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഒരു ബോട്ടിൽ ആദ്യം എന്ത് ചെയ്യുക? എ ക്ലീൻ ഡ്രൈ ബോട്ടിൽ ഈസ് വെയ്ഡ്. ദെൻ ഫ്രം ദി ബ്യൂററ്റിൽ ഡിസ്റ്റിൽഡ് വാട്ടർ നിറച്ച് 0 വരെ റീഡിങ് ആക്കി അതിന് ശേഷം നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ട് ബ്യൂററ്റിന് കുറച്ച് വെള്ളം കുറച്ച് എത്രയെങ്കിലും ആവട്ടെ. ഓക്കെ, അത് ചിലപ്പോൾ ഒരു 0.5 ml അല്ലെ 0.6 ml എന്നൊക്കെ റൗണ്ട് വേലൊന്നും പോകണമെന്നില്ല. മനസ്സിലായില്ലേ? അല്ല 1 1.2 എന്നൊക്കെ ഒരു പോലെ. എന്നിട്ട് എന്ത് ചെയ്യുക? അതുകൊണ്ട് അതിൻ്റെ മാസ് കാണാമല്ലോ. ആദ്യം എം ടി ബോട്ടിലെ മാസ് കണ്ട് അതിന് ശേഷം ഇതിൽ 6.6 ml എടുത്ത് 1 ml എടുത്ത് വീണ്ടും അതിൻ്റെ മാസ് കാണാം. ഈ രണ്ട് മാസുകൾ തമ്മിലെ വ്യത്യാസം എന്താണ്? ഈ ട്രാൻസ്ഫർ ചെയ്ത വെള്ളത്തിന്റെ മാസാണ്. അതിന്റെ ഡെൻസിറ്റി കൊണ്ട് നേരത്തെ പറഞ്ഞാൽ ആ ടെമ്പറേച്ചർ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? അതിന്റെ വോളിയം കിട്ടും. ആ വോളിയം എന്തായിരിക്കണം? ആ വോളിയം പറഞ്ഞ നമ്മൾ ഇവിടെ എടുത്ത് അതേ വോളിയം തന്നെ ആയിരിക്കണം. 0.6 0.6. പിന്നെയും കുറച്ചുകൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. 0.6 മുതൽ ഒരു 1.5 വരെ. അപ്പോൾ എത്രയാണ്? 0.6 0.9 ml പിന്നെ ആഡ് ചെയ്യും. വീണ്ടും മാസ് കാണാം. ആ വ്യത്യാസം എന്തായിരിക്കും? പറയുന്ന മനസ്സിലാകല്ലോ. ഇപ്പൊ കൂടിയ മാസം എന്തായിരിക്കും? ആ ട്രാൻസ്ഫർ ചെയ്തതിന്റെ മാസമായിരിക്കും. അതിനാ വീണ്ടും ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടേണ്ടത് എത്രയാണ്? ഇത് കൃത്യം കിട്ടൂല. 0.9 0.8995 90001 കിട്ടും. അത് വ്യത്യാസമില്ല. ഏതെങ്കിലും ഇങ്ങനെ അവസാനം വരെ കുറേശ്ശെ ഓരോ സ്റ്റേജ് ആയിട്ട് ചെയ്ത് നോക്കേണ്ടി വരും. 0.1 എടുക്കാൻ നമുക്ക് പറ്റില്ല, ഡിഫിക്കൽട്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു 0.5 0.6 ആയിട്ട് എടുക്കുക, പിന്നെ ഒരു 0.8 ആയിട്ട് എടുക്കുക, പിന്നെ ഒരു 0.3 എടുക്കുക. അങ്ങനെ മാറിക്കാട്ട് ഓരോ പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ മാസ് ഇതേ മോഡലിൽ തന്നെ പിന്നെ ഒഴിച്ചാൽ മതി. ഇൻക്രീസ് ചെയ്യുന്ന മാസം മാത്രം നോക്കിയാൽ മതി. അങ്ങനെ മാസ് ഓരോ പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ മാസ് ഡിറ്റർമിൻ ചെയ്തിട്ട് ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് എന്താണ് കിട്ടുന്നത് നോക്കുക. അത് വളരെ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ പ്യൂരിറ്റി നല്ലതാണ്. ചിലപ്പോൾ ചിലർ വളരെ വ്യത്യാസം വന്നാൽ പ്യൂരിറ്റി മോശമാണെന്ന് മനസ്സിലാവും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയ വ്യത്യാസമൊക്കെ നമുക്ക് ഒഴിവാക്കാം. മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ 0 മുതൽ ഒരു 20-25 വരെ സാധനം പ്യൂരിറ്റി നമ്മൾ ഉപയോഗിക്കും. അതിന് പ്രത്യേകം ഉപയോഗിക്കുന്നില്ല അല്ലേ? അപ്പോൾ ആ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ താഴോളം വരെ 50 അവസാനം 50 വരെ വൃത്തിയാക്കിയിട്ട് 50 ml മാസ് കണ്ടുപിടിച്ചിട്ട് വോളിയം കൊണ്ട് ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് അവസാനം 50 കിട്ടണം. അതാണ് ചെക്കിങ്ങിന്റെ മെത്തേഡ്. ബ്യൂററ്റ് ആയാലും പിപ്പറ്റ് ആയാലും സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആയാലും അത് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന വെള്ളത്തിന്റെ കൃത്യ മാസ് കണ്ടുപിടിച്ച് അതിന്റെ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് ദ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ വോളിയം കിട്ടും. That's how you can check whether it is correct or not. മനസ്സിലായില്ലേ? That's how we calibrate the instruments. ബാലൻസും മറ്റൊക്കെ കാലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഇൻസ്ട്രുമെന്റ് എറേഴ്സും ഒരു പരിധി വരെ ഒഴിവാക്കാം. നമുക്ക് അടുത്ത ക്ലാസ് പറയാം.